പ്രശസ്ത തെന്നിന്ത്യൻ നടി പുഷ്പലത അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ചെന്നൈ ടി നഗറിലെ വസതിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അടുത്തിടെ പുഷ്പലതയെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പുഷ്പലതയുടെ മരണത്തിൽ സിനിമാ സ്നേഹികളും ചലച്ചിത്ര അണിയറ പ്രവർത്തകരും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എം.ജി. രാമകൃഷ്ണൻ, ശിവാജി ഗണേശൻ തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കൾക്കൊപ്പം താരം അഭിനയിച്ചിട്ടുണ്ട്. 100-ലേറെ സിനിമകളിൽ നായികയായി തിളങ്ങി. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ സിനിമകളിൽ അഭിനയിച്ചു. 1955 മുതൽ 1987 വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്നു. ശാരദ, പാർ മകളെ പാർ, കർപ്പൂരം, ഞാനും ഒരു പെൺ ശ്രദ്ധേയ ചിത്രങ്ങളാണ്. 1969 തിക്കുറിശ്ശി സംവിധാനം ചെയ്ത നേഴ്സിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. നടനും നിർമ്മാതാവുമായ AVM രാജന്റെ ഭാര്യയാണ്. ദമ്പതികൾക്ക് 2 പെൺമക്കളുണ്ട്. 1963 AVM രാജൻ അഭിനയിച്ച ഞാനും ഒരു പെൺ എന്ന സിനിമയിൽ പുഷ്പലതയും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് രാജനും പുഷ്പലതയും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. 1999 ശ്രീഭാരതി സംവിധാനം ചെയ്ത പൂവാസം എന്ന മുരളിയും നളിനിയും അഭിനയിച്ച സിനിമയിൽ അവസാനമായി അഭിനയിച്ചു. അതിനുശേഷം അവർ സിനിമാ ലോകത്ത് നിന്ന് പൂർണ്ണമായും അകന്നു വീണു. ആത്മീയതയിലും സാമൂഹിക സേവനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവസാന കാലത്ത് പ്രവർത്തിച്ചത്. പുഷ്പലതയുടെ സംസ്കാരം ചെന്നൈയിൽ നടക്കും.